ഗായ്സ്, അപ്പോൾ രാവിലെ എഴുന്നേറ്റു. ഇന്ന് നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി കാപ്പിയൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചായ ഉണ്ടാക്കാം. ആദ്യത്തെ നമ്മൾ ചായ അല്ല ഗൈസ്, നമ്മൾ ഒരു കാപ്പിയാണ് ഇട്ട് കുടിക്കാൻ പോകുന്നത്. ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞപ്പോൾ അത് ചായ ആയി പോയതാണ്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വെച്ചു, നമ്മൾ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ തിളച്ച് ഒരു കാപ്പി ഉണ്ടാക്കി കുടിക്കണം, അപ്പോഴത്തേക്കും സെറ്റാവും. നമ്മളിതിലേക്ക് പഞ്ചസാര ഇട്ട് സെറ്റാക്കി. അപ്പോൾ നമ്മുടെ കാപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുടിച്ചുകൊണ്ട് നമ്മുടെ ബാക്കി ഐറ്റംസൊക്കെ കുക്ക് ചെയ്യാം. ഇന്ന് ചിക്കനും നെച്ചോറും ഉണ്ടാക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പം രാവിലെ തന്നെ ഓരോന്നായിട്ട് ഉണ്ടാക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് ഉച്ചയാകുമ്പോൾ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ സെറ്റാക്കാനുള്ള പരിപാടി വെക്കാം. നമ്മൾ ചിക്കൻ കറിയുടെ പരിപാടിയൊക്കെ ഏകദേശം ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെച്ചോറ് വെക്കണം, പിന്നെ രാവിലത്തേക്ക് എന്തെങ്കിലും കാപ്പി റെഡിയാക്കണം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുവാണ് ഗൈസ്. ഇനി അടുത്ത് നമുക്ക് നെച്ചോറ് വെക്കാം. അങ്ങനെ നമ്മൾ അരിയൊക്കെ കഴുകി സെറ്റാക്കി ചോറ് വെക്കാൻ പോവാണ്. അരി ഇടാൻ പോവാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ബിരിയാണി വെക്കുന്നത്. പക്ഷേ ബിരിയാണി അല്ലല്ലോ, നെച്ചോറ് വെക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. ഇതിൽ വരുന്ന പാളിച്ചകൾ വെച്ചിട്ടായിരിക്കും നെക്സ്റ്റ് ടൈം നമ്മൾ വെക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിരിക്കുവാണ് ഗൈസ്. ചോറ് ഭാഗ്യത്തിന് കറക്റ്റ് വേവിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സാലഡ് കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ബിരിയാണി കിട്ടാം. നമ്മൾ മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ സാലഡ് റെഡി. ആദ്യം നമ്മൾ കുറച്ച് തൈര് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാലഡ് റെഡിയാക്കി. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ കഴിക്കാനായിട്ട് മാത്രം എടുക്കും. അപ്പോൾ നല്ല നാളപ്പോൾ നല്ല സെറ്റായിട്ട് ബാക്കി എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കുന്നതാണ്. ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കിടന്നുറങ്ങാൻ പോകും. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി കഴിക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കറിയും അച്ചാറും സാലഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബാച്ചിലേഴ്സ് ബിരിയാണി. ബിരിയാണി എന്നോ നെച്ചോറെന്നോ എന്തോ വേണോ പറയാം. ഞാൻ ബിരിയാണി എന്നും പറയും, നെച്ചോറെന്നും പറയും. നമ്മളുണ്ടാക്കുന്നില്ലേ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് പറയാമല്ലോ. അങ്ങനെ എല്ലാം റെഡിയായി. ഇനി നമ്മളിതൊക്കെ കഴിക്കാൻ പോവാണ്. കുറച്ച് അച്ചാറും കുറച്ച് ചിക്കൻ. നമ്മൾ പുറത്തുനിന്ന് ഒന്നും കഴിക്കാറില്ല. നമ്മൾ തന്നെ സാധനങ്ങൾ മേടിച്ച് നമുക്കറിയാവുന്ന രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കഴിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഉത്തരവാദിത്വം. കുഴപ്പമൊന്നുമില്ല, എനിക്ക് തോന്നുന്നത് കുഴപ്പമൊന്നുമില്ല. ഇനി അവർക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ഉള്ളവർക്കറിയാം. രാത്രി നമ്മൾ ഇതേ ബിരിയാണി തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. ബാച്ചിലർ ലൈഫൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. കൊള്ളാമെങ്കിലും കൊള്ളൂല്ലെങ്കിൽ നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ പോയി കിടന്ന് ഉറങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്.